ഞങ്ങളുടെ സ്വന്തം നാടായ കൊല്ലത്തെ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനെ ചുറ്റി അടിച്ചടിച്ച് നടക്കുകയാണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ സ്വന്തം നാടായ കൊല്ലം കൊട്ടിയത്ത് ലുലു മാളിൽ പോവുകയാണ്. ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഒരു ലുലു മാൾ വന്നിട്ട് കാണാൻ പോകാതിരിക്കുന്നത് ഒരു മോശമല്ലേ? അങ്ങനെ ലുലു മാൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെങ്കിലും അന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ പോകുന്നത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇക്ക വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇക്ക ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ ഇക്ക പറഞ്ഞാൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് നടന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ, ഇപ്പോൾ കൊല്ലത്ത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ ഇക്ക ഇല്ലെങ്കിൽ ഇക്കയുടെ വീട്ടുകാരെന്നെ കൊണ്ടുപോയി കേട്ടോ. ഇക്കയുടെ ഉമ്മയും ഞങ്ങളെല്ലാവരും ഫാമിലിയും ഞങ്ങളെല്ലാവരുമായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ വണ്ടി അകത്തോട്ട് കയറാൻ പറ്റുന്നേ ഇല്ല. ഒരു ചുമട്, ഒരു കിൻഡൽ വണ്ടി, എത്രയോ വണ്ടികൾ അങ്ങനെ നിരത്തി ഇട്ടിരിക്കുക. അകത്തേക്ക് കയറി പോകാൻ പറ്റുന്നില്ല. കുറേ നേരം ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്നിട്ടൊരു വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ടൊക്കെ കിട്ടാൻ തക്ക രീതിയിൽ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് ഒരാൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരെയൊക്കെ ഒതുക്കി വണ്ടിയൊക്കെ പതുക്കെ കയറ്റി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഞങ്ങൾ അകത്തോട്ട് കയറുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം നാടായ കൊല്ലത്തെ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അങ്ങനെ ചുറ്റി അടിച്ചടിച്ച് നടക്കുകയാണ്. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുക. ഞങ്ങളെ അവിടെ ഇറക്കി നിർത്തിയിട്ട് ഇക്കാടെ ചേട്ടൻ വണ്ടി ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടിക്കാരെടുക്കുവാണെങ്കിൽ അതിനിടയ്ക്കോട്ട് കയറ്റി അവിടെ ഇടാവല്ലോ എന്ന് കരുതിയിട്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷെ ആരും എടുക്കുന്ന മട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഇറക്കിയിട്ട് ചേട്ടൻ പാർക്കിംഗ് ഏരിയ വേറെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇടാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ അങ്ങ് എടുക്കുകയാണ്. എന്ത് രസമുണ്ടെന്ന് അറിയോ? ശരിക്കും ഞാൻ ഇതൊന്നുമല്ല, ഈ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ എന്തോന്നോ അതൊന്നുമല്ല ഞാൻ ശ്രദ്ധിച്ചത്. ജനങ്ങൾ, അത്രയധികം ജനങ്ങൾ, ചെറിയ രീതിയിലൊന്നും അല്ല. ഇതിപ്പോൾ തുടങ്ങിയതുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും ജനങ്ങൾ. എല്ലായിടും ഇതുപോലെ ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അങ്ങനെ കാണുന്നത്. അവിടെ ചെന്നിട്ട് എന്താ നമുക്ക് അങ്ങ് തിക്കും തിരക്കും. അങ്ങോട്ട് ആ ഗേറ്റ് കിടന്ന് അകത്തോട്ടൊന്ന് കയറിയ പാട് കുറേ ഉണ്ട്. ഫസ്റ്റ് അങ്ങോട്ട് കയറുന്ന ഉടനെ നല്ലൊരു വ്യൂ ഉണ്ട്. അവിടെ ക്രിസ്മസ് ട്രീയും അങ്ങനെ ആ നീല കളറിലുള്ള ഒരു എന്തോന്നും ക്രിസ്മസ് അപ്പൂപ്പനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സംഗതികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ. അവിടെ കുറേ പേര് വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുക കേട്ടോ. അകത്തേക്ക് ചെല്ലുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ചിക്കനിൻ്റെ, അതായത് KFC ചിക്കൻ്റെയും ഒക്കെയുള്ള ഒരു ബിൽഡിങ്ങാണ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ അതിനകത്തോട്ട് ചെല്ലുന്ന ഉടനെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ആ സാധനങ്ങൾ കാണുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് കാണുക, അത്രയും ജനങ്ങളാണ്. ശരിക്കും ജനങ്ങൾ എല്ലായിടത്തും ഇതുപോലെയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്.
പിന്നെ ഇവിടെ ഫസ്റ്റ് ഇപ്പം തുടങ്ങിയതെല്ലാം ഉള്ളു കൊല്ലം കൊട്ടിയത്ത്. അപ്പം അതിൻ്റേതായിരിക്കാം, വെക്കേഷനും അല്ലേ, അതിൻ്റേതായിരിക്കാം ഇത്രയും തിക്കും തിരക്കും. ഞങ്ങൾക്കാണെങ്കിൽ നേരെ ചൊവ്വേ ഒന്നും നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ബില്ലിംഗ് സെക്ഷനൊക്കെ. നമുക്കൊരു പെട്ടെന്നൊന്നും അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇറങ്ങി പോകാം എന്ന് കരുതിയിട്ട് കയറി കഴിഞ്ഞാൽ അത് നടക്കത്തേയില്ല. അത്രയും ജനങ്ങൾ, ഇപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. ഇടയ്ക്ക് കൂടെ ഒന്നും കയറാൻ കൂടി കഴിയത്തില്ല. പിന്നെ എല്ലാം നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടായി ഇപ്പം ഇക്ക പറയുന്നുണ്ട്, ഇനിയിപ്പം അവിടെ നിന്നൊന്നും കൊണ്ടുവരണ്ടല്ലോ, ഇവിടെ വന്നിട്ടെല്ലാം വാങ്ങിയാൽ മതിയല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും നമ്മൾ അവിടുന്ന് വരുന്ന ഒരിതും ഇവിടുന്ന് വന്ന് വാങ്ങിക്കുന്നതും രണ്ടും രണ്ടല്ലേ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടോ, നോ ഫുഡ് ഐറ്റംസ്, ക്യാമറ, വീഡിയോ എടുപ്പ് ഒന്നും അകത്തേക്ക് അലൗഡ് അല്ല. പക്ഷെ ഞാനാണെങ്കിൽ അതൊട്ട് ശ്രദ്ധിച്ചുമില്ല. ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ലാസ്റ്റാണ് ഇത് അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അകത്തുള്ള വ്യൂ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അറിയുന്നത്. എന്നാൽ ആരെങ്കിലും പറയണ്ടേ? അതിപ്പോൾ ആരും പറഞ്ഞുമില്ല. ഞാനാണെങ്കിൽ അതൊട്ട് ശ്രദ്ധിച്ചുമില്ല. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അപ്പം അവരോട് ചെയ്യുന്നത്, അവരിപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അവരുടെ ഒരു റൂൾ, നമ്മൾ അവരോട് ഒരു റൂളിന് എതിരായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതല്ലേ. ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല, വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല എന്നുള്ളത്. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത് അറിയുന്നത്. എന്തായാലും ഞാൻ വീഡിയോ എടുത്തു പോയില്ലേ, അപ്പോൾ ഇവിടെ കിടക്കട്ടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ കണ്ട് കുറേ കേക്കുകൾ, കുറേ കേക്കുകൾ, നല്ല നല്ല കേക്കുകളൊക്കെ കുറേ ഉണ്ട്. പിന്നെ പബ്സ്, ഇങ്ങനെ പൊരിപ്പ് വകകൾ, ശരിക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എങ്കിലും നമുക്കിതൊക്കെ കാണുമ്പം പെട്ടെന്ന് ഒന്ന് വാങ്ങിയിട്ട് കഴിക്കാം എന്ന് കരുതിയാൽ അതൊന്നും നടക്കൂല കേട്ടോ. അവിടെ ചെന്ന് അത് വാങ്ങി ബില്ലടിക്കണമെങ്കിൽ പറഞ്ഞ പോലെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങ് ദൂരെ വരെയും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ ബില്ലടിക്കാൻ, ബില്ലിന് ക്യാഷ് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഒരു കൊതി തോന്നിയിട്ടൊന്നും വാങ്ങി പെട്ടെന്ന് കഴിക്കാമെന്നൊന്നും പറഞ്ഞിട്ട് കുറേ വിചാരിക്കേണ്ട. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ തിരക്കൊക്കെ അങ്ങ് മാറുമായിരിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, നീ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് ചെന്ന് നോക്ക്, അപ്പോഴേക്കും ഇതിൻ്റെ തിരക്കെല്ലാം അങ്ങ് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം തുടങ്ങിയതെല്ലാം ഉള്ളു. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലുലു മാൾ വരുമല്ലേ, അപ്പം അതിൻ്റെതായിരിക്കും ഇത്രയും ആൾക്കാരൊക്കെ ഇടിച്ചു കയറുന്നത്. നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെന്ന് നോക്ക്, അപ്പോൾ ഇത് മനസ്സിലാവും എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറേ കുബൂസ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ എടുക്കാമെന്ന് വെച്ച് കുറച്ചൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചുറ്റി അടിച്ചു. പിന്നെ ചിക്കൻ കറി, ചിക്കൻ വരട്ടിയത്, അൽഫാം, ഷവായി, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ബിരിയാണി, കല്യാണ ബിരിയാണി, അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസ്. ബിരിയാണി തന്നെ വേറൊരു ഏരിയ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ചിക്കൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ. പിന്നെ ബീഫ്, മട്ടൻ, എല്ലാ വകയും അങ്ങനെ ഇങ്ങനെയുണ്ട്. ചിക്കനൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ആൾക്കാരിങ്ങനെ ഇടിച്ച് തിങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കണ്ടങ്ങ് പോയതേ ഉള്ളൂ ആ ഭാഗമൊക്കെ. കാരണം വാങ്ങിച്ചാലും പെട്ടെന്ന് നമുക്ക് അങ്ങനെ കണ്ടിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാങ്ങിക്കാനൊന്നും അവിടെ പറ്റത്തില്ലല്ലോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ബില്ലടിച്ച് കിട്ടണമെങ്കിൽ തന്നെ കുറേ എടുക്കും. അതുകൊണ്ട് അതൊന്നും നോക്കാനേ പോയില്ല, ഇങ്ങനെ കണ്ടങ്ങ് പോരുന്നു. ഇത് ചിക്കൻ, ബീഫ് ഐറ്റംസ് ഒക്കെയാണിത്.
ഇതിന് ബീഫിൻ്റെ ലിവർ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് പീസാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ചാൽ മതി, ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. എല്ലാം നല്ല പീസാക്കിയിട്ടൊക്കെ അവർ അന്നേരം തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിലത്തെ നിലയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഫുഡുകളൊക്കെയാണ്, കുറേ ഫുഡുകളൊക്കെ ഉണ്ട്. അവിടെ താഴെ നമുക്ക് ഇരുന്ന് കഴിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല.